ശ്രീ റോണി, താങ്കളിവിടെ പറഞ്ഞു വൻകിട കുത്തകകൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ കണക്ക് പറഞ്ഞു. അതിനെ ഇപ്പോഴത്തെ ഭരിക്കുന്ന സർക്കാരൊന്നും അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഉദാഹരണങ്ങളൊക്കെ താങ്കൾ പറയുന്നത് കേട്ടു. എൻ്റെ റോണി, ഈ ഒന്നിടവിട്ടിട്ട് കഴിഞ്ഞ 35 കൊല്ലമായിട്ട് ഭരിച്ചിട്ട് ഈ കോൺഗ്രസ് എത്രത്തോളം ഭൂമി തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഹാരിസൺ പ്ലാന്റേഷൻ്റെയും ടാറ്റയുടെയും കൈവശം ഇരിക്കുന്നതൊക്കെ. ഇനിയിപ്പോൾ ടാറ്റയുടെയും ഹാരിസൺ പ്ലാന്റേഷനും പോട്ടെ, ഇവിടുത്തെ ചില കുത്തക മുതലാളിമാർ കൈവശം വെച്ചിരിക്കുന്ന 1600 1700 ഏക്കർ ഭൂമിയിൽ നിന്ന് എത്ര തിരിച്ചു പിടിച്ചിട്ടുണ്ട് ശ്രീ റോണി. താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാനിതിന്ന് സംസാരിക്കുന്നത് എറണാകുളത്താണ്. ഇവിടെ വെണ്ണലയിലെ ഭർത്താവ് മരിച്ചൊരു വീട്ടമ്മ, 3 പെൺമക്കളുണ്ട്. ആ ഒരു ഓല കുത്തിമറച്ച വീട് ആരോ അവർക്ക് പണിയാൻ വേണ്ടിയിട്ട് 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു, ഓടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഓടിടാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടിൻ്റെ ഒരു കാല് പുറമ്പോക്കിലേക്ക് ഒന്ന് തറച്ചതിനെ 3 ജീപ്പാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വന്നത്. 2016 സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. 3 ജീപ്പാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് വന്നിട്ട് ആ തൂണ് അവിടുന്ന് ഇടിപ്പിച്ചത്. ഇത്ര കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണെന്ന് താങ്കൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഉണ്ട്, നമ്മളിപ്പോൾ ഒരു 3 സെൻറ്റ് കയ്യിലുള്ളവൻ അവൻ്റെ ഒരു വീട് പണിയുമ്പോൾ ഒരു ചവിട്ടുപടി ഇറക്കി കെട്ടിയാൽ അത് പൊളിപ്പിക്കും. പക്ഷേ ഹാരിസൺ പ്ലാന്റേഷനെയും അതുമാതിരി തന്നെ ഇവിടുത്തെ കുത്തക മുതലാളിമാരും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പൊളിപ്പിക്കില്ല. അതുപോലെ തന്നെയാണ് അട്ടപ്പാടിയിൽ ആദിവാസി നാളെ അവൻ്റെ ചോർന്നൊലിക്കുന്ന വീടിൻ്റെ നീല ടാർപ്പാളിനിറക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വീടിൻ്റെ പിന്നിലേക്ക് 2 കാല് കുഴിച്ചിരട്ടെ. അത് പൊളിപ്പിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം രോമാഞ്ചം വരുന്ന വിധത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നുമല്ല, അവർ ഭരിക്കുമ്പോഴാണ് എന്നുള്ള നിലയ്ക്കൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ മാറി ഭരിച്ച ഒരു സർക്കാരും ഈ ആദിവാസികൾ, നമ്മളൊരു കാര്യമുണ്ട്, നമ്മൾ അവർക്കൊരു മേൽച്ചാർത്തി കൊടുക്കുന്നുണ്ട്. ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ, ഞാൻ ഈ ചർച്ചയിൽ താങ്കളും അത് തുടക്കത്തിൽ പറയും, BJP നേതാവും പറയുന്നൊക്കെ വിചാരിച്ചു. ഭൂമിയുടെ യഥാർത്ഥ അവകാശികളാണ് അവർ. MK ഹരിദാസനും KM ഹരിദാസനും നമ്മുടെ ശ്രീ അനിൽ നമ്പ്യാരും ഒക്കെ പറയുന്നു ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. പട്ടിണി കിടന്നിട്ട് ഒരുത്തൻ ഈ നാടിനെ മുഴുവൻ ഒരു ചൂണ്ടുവലയാക്കിക്കൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു ബ്രെഡ് കട്ട് തിന്നതിന് തല്ലിക്കൊന്നിട്ടുള്ള ആർഷഭാരതത്തിലൊരു സംസ്ഥാനമായിട്ട് കേരളം മതപ്പതിച്ചതിന് നമുക്ക് ആർക്കും ഒരു വിഷമവുമില്ല. അർദ്ധപട്ടിണി ഇന്ന് ഈ ആദിവാസി മേഖലകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അർദ്ധപട്ടിണിയാണ്. അതിനെ കാർണിവൽ കാറിൽ സഞ്ചരിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. നികുതി പണം എടുത്തിട്ട് കാർണിവൽ കാറിൽ മുമ്പിലും പിമ്പിലും ഓരോ കാർണിവൽ കാറ് സ്പെയറായി ഓടിച്ചുകൊണ്ട് സഞ്ചരിക്കട്ടെ. പക്ഷെ അകക്കണ്ണ് വേണം. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന നിലയ്ക്ക് ഒരു അകക്കണ്ണുണ്ടെങ്കിൽ ഈ ആദിവാസി മേഖലയിലെ ശിശുമരണ നിരക്കും ഇത്തരത്തിൽ, അതായത് എൻ്റെ അനിൽ നമ്പ്യാർ, ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഇവിടെ ഈ BJPയുടെ വ്യക്തി പറഞ്ഞത് തന്നെയാണ്, ഒരു മൈനർ സർജറി ചെയ്യാൻ സജ്ജീകരണമില്ലാത്തൊരു ആശുപത്രിയാണ് ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. പരമാവധി വല്ലാതെ പനി പിടിച്ച് ചെല്ലുന്നവനൊരു ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള സൗകര്യമേ ആശുപത്രിയിലുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലത്തെ മേനി പറയുന്നൊരു സംസ്ഥാനത്തിൻ്റെ ഗതികേടാണ്. ഇനി അനിൽ നമ്പ്യാർ വലിയൊരു സത്യം മനസ്സിലാക്കണം. അതായത് കോടികൾ മുടച്ച് നടത്തിയിട്ടുള്ളൊരു ആർഭാട മാമാങ്കം കേരളീയം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ ഈ പാവപ്പെട്ട ആദിവാസികളെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്, പൗരപ്രമുഖർക്ക് വേണ്ടിയിട്ട് സെൽഫി എടുക്കാൻ ഒരു പ്രദർശന വസ്തുവാക്കിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നിരിക്കെ എങ്ങനെയാണ് ഈ ആദിവാസികൾക്ക് നീതി ലഭിക്കുക? ഇതിപ്പോൾ വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രഹനാഥ മരിച്ചിട്ട് അച്ഛനും മകളും കൂടി ആ ശവം ചുമന്നിട്ട് ആംബുലൻസ് കിട്ടാതെ നടന്നപ്പോൾ എൻ്റെ കൂടെ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് CPMൻ്റെ പ്രതിനിധി തന്നെയാണ് പങ്കെടുത്തത്, അനുഭാവിയായിരുന്നില്ല. എന്തൊരു വീതി നീളമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, എന്തൊരു ചതുരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്. ഇവിടെ പുതപ്പിൽ കെട്ടിപ്പൊതിഞ്ഞ ഒലക്കയിൽ ഒരു പാവപ്പെട്ട ആദിവാസിയെ ആസ്പത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അയാൾ മരിച്ചുവെങ്കിലത്തെ അവസ്ഥ എന്താകും? നവകേരള സദസ്സ് ഒരു നിയോജക മണ്ഡലത്തിന് 5 കോടി വെച്ച് ചിലവാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി 1 കോടിയാവട്ടെ, പൗരപ്രമുഖർ എന്നുള്ളൊരു വിഭാഗത്തെ ഉണ്ടാക്കിക്കൊണ്ട് പൗരപ്രമുഖരാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് നികുതിദായകർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ അയക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കിയ സർക്കാർ ഇത്തരം ഒരു നവകേരള സദസ്സ് പാലക്കാട് വന്നപ്പോൾ ആദിവാസി മേഖലയിൽ നിന്നും ഒരു 25 പേർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായോ ശ്രീ അനിൽ നമ്പ്യാർ? എന്ത് കമ്മ്യൂണിസമാണ് ഇതെന്ന്? എന്ത് കമ്മ്യൂണിസം എന്നാണ് ഇതിന് പറയുക? സ്വാതന്ത്ര്യമാണ് കമ്മ്യൂണിസം. 1980-85 കാലഘട്ടത്തിൽ എന്നെ ഈ പാർട്ടിയിലേക്ക് ആകർഷിച്ചത് അതാണ്. സ്വാതന്ത്ര്യമാണ് കമ്മ്യൂണിസം. തന്നെപ്പോലെ തൻ്റെ സഹജീവിയും ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് കമ്മ്യൂണിസം. ആ സഹജീവി ഉറപ്പുവരുത്തുന്ന സ്ഥലത്താണ് എന്ത് പറ്റിയിരിക്കുന്നത്? ബ്രെഡ് മോഷ്ടിച്ച് തിന്ന ഒരുത്തനെ എല്ലാവരും കൂടി തല്ലിക്കൊന്ന് അത് മൊബൈലിൽ പകർത്തി പ്രചരിപ്പിച്ച്
പ്രചുരപ്രചാരമാക്കിയ ഒരു നാട് ഭരിച്ചിരുന്നത് അന്ന് ആരാണ്? ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് എന്ന് ആലോചിക്കുമ്പോൾ അങ്ങേയറ്റം അപമാനം തോന്നുന്നു. എന്നും പട്ടിണിക്കാരാണ് ഈ പാവപ്പെട്ട നമ്മുടെ ഈ ആദിവാസി മേഖലയിൽ അട്ടപ്പാടിയിലാവട്ടെ വയനാട്ടിലാവട്ടെ എന്നും ഈ പുത്തൻ തോർത്തു വാങ്ങി ഉടുക്കുന്നൊരു കഥ VKN പറയുന്നുണ്ട്. പുത്തൻ തോർത്തു വാങ്ങിയിട്ട് ചിറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നഗ്നത പൂർണ്ണമായിട്ട് മറയും. പക്ഷെ അത് മുക്കും തോറും അത് ചുരുങ്ങി വന്നു കഴിഞ്ഞാൽ നഗ്നത പുറത്ത് കാണും. ഈ ആദിവാസിയുടെ നിത്യവരുമാനത്തിൻ്റെ ഗതി പറഞ്ഞാൽ ഇതാണ് അവൻ്റെ അവസ്ഥ. ഇന്നവൻ നന്നായി കഴിയും, നാളെ നന്നായി കഴിയും. 28-ാം ദിവസമാകുമ്പോഴേക്കും അരപ്പട്ടിണിയാണ് അവിടെ.